അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പുട്ടുപൊടിയും മുട്ടയും ഒക്കെ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വറുത്ത പുട്ടുപൊടി തന്നെ വേണം കേട്ടോ. ഞാൻ ഡബിൾ ഹോസിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വറുത്ത പുട്ടുപൊടി, 2 മുട്ട, ഓയിൽ, ചെറിയ ഒരു ഉള്ളി ചെറുതായി മുറിച്ചത്, ഉപ്പ്, പച്ചമുളക് ചെറുതായി മുറിച്ചത്, ഇഞ്ചി ചെറുതായി മുറിച്ചത്, കറിവേപ്പില ചെറുതായി മുറിച്ചത്. ഇനി ഒരു പാത്രത്തിൽ വറുത്ത പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. 2 മുട്ട, ചെറുതായി മുറിച്ച സവാള ഇട്ട് കൊടുക്കുക. കറിവേപ്പില ചെറുതായി മുറിച്ചത്, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ടിട്ട് കൊടുക്കുക. ഇനി ഇവയെല്ലാം കൂടി ഇട്ട് കുറച്ചായി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. മാവ് ഒരുപാട് ലൂസായി പോവാൻ പാടില്ല. ഇതുപോലെയാണ് മാവ് ഉണ്ടാവേണ്ടത്. നമുക്ക് സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാൻ പറ്റുന്ന പാകത്തിന്. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഓയിലൊന്ന് നന്നായി ചൂടാവുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ആ മാവ് ഇതിനകത്തേക്ക് ഒരു സ്പൂണ് ഉപയോഗിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇഞ്ചിയും മുട്ടയൊക്കെ ഇട്ട കാരണം നല്ല ഒരു സ്മെല്ല് കൂടി വരുന്നുണ്ട് ഇപ്പോൾ. രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള മാവ് സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. മാവ് റെഡിയാക്കിയിട്ട് കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു കപ്പ് അരിപ്പൊടി എടുത്തപ്പോൾ എനിക്ക് 14 അപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു കപ്പ് എന്ന് വെച്ചാൽ ചായയൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയം സൈസ് കപ്പിലാണ് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുള്ളത്.
നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. എൻ്റെ അപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.